നട്ടുച്ചയ്ക്ക് അവന്റെ പല്ല് തേപ്പ്. മോളെ നഗലം വന്നൂട്ടാ. നിന്റെ പഴയ മുറച്ചെറുക്കൻ ഇപ്പോഴും നരേന്ദ്ര റെഡ്ഡിക്കാര്. അയ്യോ നകുലേട്ടാ, ഞാൻ എന്താ ഈ കാണുന്നത്? ഇത്രയും വലിയ അനിഷ്ടം നടന്ന വീട്ടിനകത്ത് വെച്ചാണോ പാട്ടും കൂത്തും ഗാനമേളയൊക്കെ നടത്തിയത്? ഈശ്വര, ഇനി എന്തൊക്കെ അനിഷ്ടങ്ങൾ ഇവിടെ നടക്കാൻ പോണെന്ന് ആർക്കറിയാം? ജീവൻ വേണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വീടിന് പുറത്തിറങ്ങ്. ഇറങ്ങാൻ ഇറങ്ങൂല? ഇറങ്ങ്. നിന്റെ നകുലേട്ടൻ ലുക്കില് കണക്കാ, വർക്കിലെന്താവോ എന്തോ. ആവശ്യമില്ലാത്തവരൊന്നും പറയല്ലേ. ഇപ്പൊ കണ്ടോ എന്ന് നടക്കാൻ പോകുന്നത്. അളിയൻ എന്തെങ്കിലും മൊഴിഞ്ഞായിരുന്നോ? പറയായിരുന്നു അളിയപ്പോ വന്നല്ലോ, ഇപ്പൊ നമുക്കൊന്നും പേടിക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്ത് വന്നാലും ഞാനുണ്ടാവും. ഞാൻ ഓക്കെ ആക്കി തന്നിരിക്കും. ഇത് നേനു എവരോ മീക്കു ചുബിസ്ഥാനു. സോറി അളിയ, സോറി കേട്ടോ. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ഭൗതിക ശരീരം മാത്രമുള്ളവർ, മനസ്സുകൊണ്ട് ഞാൻ ഇപ്പോഴും അങ്ങ് ആന്ധ്രയിലാണ്. ഞാൻ അറിയാമോ, ഞങ്ങൾ ആന്ധ്ര ജയിലിലല്ല, ആന്ധ്ര ജയിലിലെ കുടി കിട്ടിയ പ്രേതങ്ങളെയൊക്കെ ഏലസൽ ആവാഹിച്ച് കെട്ടി ഓടിച്ചിട്ടുണ്ട് ഈ നരേന്ദ്ര റെഡ്ഡിക്കാരും. പിന്നെയാണ് ഇവിടത്തെയൊക്കെ ചീള് മലയാളി പ്രേതങ്ങൾ. തുഹു. മോനെ എന്നാ അവള് എൻ്റെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ച ആത്മാവിനെ ബന്ധിച്ചിട്ട ഈ നരേന്ദ്ര റെഡ്ഡിക്കാരും ഉറങ്ങുകയുള്ളൂ. ഇത് സത്യം സത്യം സത്യം. എൻ്റെ ആന്ധ്ര ദൈവങ്ങളെ, എന്തായാലും മോനെ ഇതിനൊരു പരിഹാരം കാണണം, അല്ലെങ്കിൽ ഇവര് ഈ വീട് മാറണം അല്ലേ? ഇല്ല, ഇവർക്കിനി ഇവിടുന്ന് ഒരു മോചനമില്ല. അതെന്താ? നമ്മളിപ്പോ ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ പെട്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ജയിലിൻ്റെ ഉള്ളിൽ പെട്ട അവസ്ഥയാണ്. ഈ ജയിലിൽ നിന്ന് ഇപ്പോഴെങ്ങും നമുക്ക് പുറത്തു കാണാൻ പറ്റില്ല. അതിന് പ്രതിവിധിയല്ലേ? ഒരേ ഒരു പ്രതിവിധി, നരേന്ദ്ര റെഡ്ഡിക്കാരും ഇവിടെ വരിക. നകുലേട്ടൻ വന്നല്ലോ. വന്നു, അതെനിക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ പേടിക്കണ്ട. എല്ലാവരും സന്തോഷമായിട്ടൊന്ന് ഇരുന്ന് തന്നാൽ മതി. ബാക്കി എന്ത് കാര്യം എനിക്ക് വിട്ടേക്ക്. ഓഹോ, നീ അത്രക്കായോ? എങ്കിൽ നീ ഒരു യുദ്ധത്തിന് തയ്യാറായിക്കോ. നിങ്ങൾ ഇങ്ങോട്ട് വാ. വേഗം നടക്ക്. ഇപ്പോഴാകുമ്പോ അവളെ കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റിയ സമയ. ഓ മൈ ഗാഡ്, എന്താ നകുലേട്ടാ? ഞാൻ ഉദ്ദേശിച്ചതിന് ഉഗ്രരൂപിണിയാണ് അവൾ. നിങ്ങൾ ആരും പേടിക്കണ്ട. നിനക്ക് വേണ്ടി അല്ല, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി മറ്റാരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ ചിലപ്പോൾ സഞ്ചരിച്ചെന്നിരിക്കും. ഇതിലങ്ങ് സഞ്ചരിച്ചാലോ? അല്ല വേണ്ട, ഇതിലങ്ങ് സഞ്ചരിക്കാം. നേരെ അങ്ങ് സഞ്ചരിച്ചു, അതുവഴി ഇങ്ങ് പൊക്കോ. അളിയാ, ഞാനിവിടെ വന്നിട്ടുണ്ടേ. ഇവിടെ നിപ്പുണ്ടെങ്കിൽ ഇവളെയും കൊണ്ടല്ലാതെ ഞാൻ ഇവളല്ല, യക്ഷിനെ കൊണ്ടല്ലാതെ ഞാൻ ഇവിടുന്ന് പോകലളിയാ.
വേണ്ട, എന്നെ വഴിതെറ്റിക്കാൻ നോക്കരുത്. വഴിതെറ്റിക്കാൻ ശ്രമിച്ചാൽ അവളുടെ ഗന്ധം എന്നെ വഴിതെറ്റിക്കുന്നു. ഈ ഗന്ധം റബ്ബർ വാലിന്റെ അല്ലേ? ആന്ധ്രാനുഗത്തില്ല ഇന്ദ്രനേനു എന്ന് വെച്ചാ ഞാൻ ആരാന്ന് അവർക്ക് അറിയാൻ പാടില്ലാന്ന്. പിളർന്നു മാറ്. വേണ്ട, എവിടെ പോയി ഒളിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. മണത്ത് പരിചയമുള്ള സ്ഥലമുള്ളത്. കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നത്. ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്റെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലേ? ഇരിക്കവിടെ. എടി അത് ഞാൻ വല്ലപ്പോഴും മൂത്രമൊഴിക്കുന്ന സ്ഥലവാ. വേണ്ട, എനിക്കെല്ലാം അറിയാം. ഇവളെന്നോടെല്ലാം പറഞ്ഞു. അളിയനെ കാര്യം പിടികിട്ടി. നല്ല രൂക്ഷഗന്ധം, നല്ല കട്ടച്ചോരയുടെ രൂക്ഷഗന്ധം. അത് ചോരല്ല. ഈ രഹസ്യം നമ്മളോടുകൂടി തന്നെ മണ്ണടിയട്ടെ. എന്റെ തെലുങ്ക് ദൈവങ്ങളെ, ഇനി ഭയം വേണ്ട, ജാഗ്രത മതി. എല്ലാം ശരിയാ, ഭയപ്പെടേണ്ട. നാമുണ്ട്. അശ്വതി, അല്ല ഡീ, അപ്പം ഇവിടെ ശരിക്കും പ്രേതം ഉണ്ടായിരുന്നല്ലേടി? ഞാൻ കരുതി ആളെ പറ്റിക്കാനുള്ള പരിപാടി ആയിരിക്കും. ആന്ധ്രയില് പൂന്ത്ര എന്റെ വായിലിരിക്കണമെന്ന് കേൾപ്പിക്കരുത്. കൊല്ലാൻ വേണ്ടി വിളിച്ചു വരുന്നതാണോ തന്തക്കളവ എന്നെ? അല്ല മോനെ, പ്രേതം. പ്രേതം ഇയൊക്കെ വീട്ടിലെങ്ങനെ ഇരുന്നാ പോരായിരുന്നോ? ആയിസത്താതെ ചാവാൻ വേണ്ടിയാണോടോ തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്ത? നോക്കി നിൽക്കാതെ ചെന്ന് വണ്ടി കയറണോ? ചെല്ല്. അയ്യോ, പോണല്ല. നീ ഒരു കാര്യം, നീ ഇല ഇട്ട് പിടിച്ചൊരു ഊണങ്ങ് തയ്യാറാക്കി. ഞാനത് കഴിച്ചിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാം. എടി, നീ നിന്റെ കെട്ടനും ജീവൻ വേണേ എവിടെയെങ്കിലും ഓടിപ്പോയി രക്ഷപ്പെട്. നീയും ഓടിക്കോ. വെറുതെ ആണുങ്ങളുടെ വിലകളല്ലേ അശ്വതി. ഇനി പറ. നമ്മൾ വിചാരിക്കുന്നു ഒരുപാട് തമാശക്കളിയല്ല. സംതിങ് ഈസ് റോങ്. നമുക്ക് ഇടം വിട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പെട്ട്